ഹൈ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഒരു കോംപ്ലക്സ് ഇന്റഗ്രലിൽ നമ്മൾ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യണത്, ആ ഇന്റഗ്രൽ വാല്യൂ എങ്ങനെ നിൽക്കും, എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. കഴിഞ്ഞ റിസൾട്ട് എന്താ പറഞ്ഞത്? ഏതൊരു കോംപ്ലക്സ് ഇന്റഗ്രൽ എടുത്താലും ഫോർ എനി ക്ലോസ്ഡ് കർവ് ഗാമ ഇന്റഗ്രൽ വാല്യൂ 0. അതിലെ തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട്. അപ്പോൾ ഇന്റഗ്രൽ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് എൻഡ് പോയിന്റ്സ് ഫോർ എനി ക്ലോസ്ഡ് കർവ്. അങ്ങനെ ആണെങ്കിൽ ഇന്റഗ്രൽ ഓർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 അല്ലേ? അത് ക്ലോസ്ഡ് കർവിന് മാത്രമാണ് പറഞ്ഞത്. നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് ജനറലൈസേഷൻ ഓഫ് ദി എബോവ് തിയറം ആണ്. അത് ഫോർ എനി ക്ലോസ്ഡ് കർവ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇവിടെ ആവുമ്പോൾ ഗാമ എന്ത് വേണമെങ്കിലും ആവാം. എനി ക്ലോസ്ഡും ആകാം, ഓപ്പൺ കർവും ആകാം. ഏതെങ്കിലും ഒരു കർവ് ആയിരുന്നാൽ മതി. അങ്ങനെ ആണെങ്കിൽ ആ ഇന്റഗ്രലിന്റെ വാല്യൂ എൻ പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ എന്നുള്ളതിന്റെ പ്രൂഫാണ് ഇത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ റിസൾട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. The line integral gamma pdx plus q dy defined in a region omega depends only upon the endpoints of gamma. If and only if there exists a function u of xy in gamma with the partial derivatives u of xy equal to p and dou y by dou x equal to p and dou y by dou y equal to q. Okay, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട രണ്ടായിട്ട് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ്, ഇന്റഗ്രൽ ഡിഫൈൻഡ് ഇൻ റീജിയൻ ഗാമ ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി എൻഡ് പോയിന്റ്സ് ഓഫ് ഗാമ ആണെന്ന് സപ്പോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യു ഓഫ് എക്സ് വൈയുടെയും ബി ഓഫ് എക്സ് വൈയുടെയും പാർഷ്യൽ ഡെറിവേറ്റീവ് പിയും ക്യൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ തിരിച്ച് ഡോ ബൈ ഡോ എക്സ് പിയും ഡോ ബൈ ഡോ വൈ ക്യൂ ആണെങ്കിൽ ഈ ഇന്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ഇറ്റ്സ് എൻഡ് പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് പാർട്ട് 1 നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ യു ഓഫ് എക്സ് വൈ ഉണ്ട് ഇൻ ദ റീജിയൻ ഗാമ സച്ച് ദാറ്റ് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു പി ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു ക്യൂ. ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെയിൻ റൂൾ ആണ്. ചെയിൻ റൂൾ എന്താ പറയുന്നത്? യു ഈസ് ഡിഫൈൻഡ് ഇൻ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. പിന്നെ എക്സും വൈയും നമുക്ക് ടിയിൽ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഡോ യു ബൈ യു ഡിഫൈൻഡ് ഇൻ 2 വേരിയബിൾസ് ആയതുകൊണ്ടാണ് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിരിക്കുന്നത്, ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈ. പക്ഷെ എക്സ് ഒരൊറ്റ വേരിയബിൾ, സിംഗിൾ വേരിയബിൾ അല്ലേ ഡിഫൈൻ ചെയ്തിരിക്കണേ, അതാണ് ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും. അപ്പോൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഇന്റഗ്രൽ ഗാമ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു പിക്ക് പകരം എന്ത് കൊടുക്കണം? ഡോ യു ബൈ ഡോ എക്സ്. ക്യൂവിന് പകരം എന്ത് കൊടുക്കണം? ഡോ യു ബൈ ഡോ വൈ. ഗാമ എന്ന് പറയുന്ന ഒരു കർവ്, എനി കർവ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഡിഫൈൻഡ് ബൈ ഇസഡ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എനി കർവ് ഇൻ ദ റീജിയൻ ഗാം ഒമേഗ. അത്രേ ഉള്ളൂ. അപ്പൊ ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി ഫോർ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, greater than or equal to a means a less than or equal to t, less than or equal to b. t taken from the interval ab. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ a to b ഡോ യു ബൈ ഡോ എക്സ് into x dash t dt. Reason, x is a function of t. നമ്മൾ z equal to z of t എന്ന് എഴുതിയാലും മീനിങ് എന്ന് പറഞ്ഞാൽ x of t plus i into y of t അല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ചെയ്യുമ്പോൾ x dash t dt പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു വൈ ഡാഷ് ടി ഡി ടി. അപ്പോൾ കോമൺ ആയിട്ട് ഡി ടി പുറത്തെടുക്കാം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ എ ടു ബി ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് ഡാഷ് ടി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു വൈ ഡാഷ് ടി ഡി ടി. ഇതെന്ന് പറയുന്നത് ശരിക്കും ടോട്ടൽ ഡെറിവേറ്റീവ് അല്ലേ, ഡി യു ബൈ ഡി ടി. ഇതെന്ന് പറഞ്ഞാൽ റിലേഷൻ കണക്റ്റിംഗ് ടോട്ടൽ ഡെറിവേറ്റീവ്സ് ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അതാണിത്. ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് ഡാഷ് ടി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു വൈ ഡാഷ് ടി. അതാണ് ഡി യു ബൈ ഡി ടി. ഓക്കെ, അപ്പൊ എന്തായി? ഇന്റഗ്രൽ എ ടു ബി ഡി യു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ യു ഓഫ് എക്സ് വൈ വിത്തിൻ ദ ലിമിറ്റ് എ ടു ബി ദറ്റ് ഈസ് യു ഓഫ് എക്സ് ഓഫ് ബി വൈ ഓഫ് ബി മൈനസ് യു ഓഫ് എക്സ് ഓഫ് എ വൈ ഓഫ് എ. ഇത് എന്താണ് പറയുന്നത്? ഇത് എൻ പോയിന്റ്സ് ആയ എയും ബിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ലേ നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയില്ലേ? നമ്മൾ എടുത്തത് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു പിയും ഡോ യു ബൈ ഡോ വൈ ക്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ദ ഇന്റഗ്രൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി എൻഡ് പോയിന്റ്സ് എ ആൻഡ് ബി. കാര്യം ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എയിലും ബിയിലും അല്ലേ കിട്ടുന്നത്. അപ്പം ഇന്റഗ്രൽ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ഇറ്റ്സ് എൻഡ് പോയിന്റ്സ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട്, കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ഇന്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി എൻഡ് പോയിന്റ്സ് ഓഫ് ഗാമ.
എൻ പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മുടെ അസംഷൻ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയൊരു ഫിക്സഡ് പോയിന്റ് ചൂസ് ചെയ്തു. Z0 is equal to x0 y0 ഇൻ ഒമേഗ. ഒമേഗയിൽ നമ്മളൊരു പോയിന്റ് ഫിക്സ് ചെയ്തു Z0. ഇനി Z of xy എന്ന് പറയുന്ന എനി പോയിന്റ് ഇൻ ഒമേഗ. For any point z equal to x ordered per xy in omega, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ Z0-നെ Z-ഉമായിട്ട് ജോയിൻ ചെയ്യും. ഒരു പോളിഗണൽ പാത്ത് ആ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, Z0 x0 y0. അവിടെ നമ്മൾ പുതിയൊരു പോയിന്റ് Z1-ലേക്ക് പോയി, അവിടെ നിന്ന് Z2 എക്സെട്ര അങ്ങനെ Z-ലേക്ക് പോയി. ഇനി ഈ പോളിഗണൽ പാത്ത് എന്ന് പറയുന്നത് ലൈൻ സെഗ്മെന്റ്സ് പാരലൽ ടു ദി കോർഡിനേറ്റ് ആക്സിസ്. കോർഡിനേറ്റ് ആക്സിസ് ഇപ്പൊ എക്സ് ആക്സിസ് വൈ ആക്സിസ് അങ്ങനെ കോർഡിനേറ്റ് ആക്സിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പോളിഗണൽ പാത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു കൺസ്ട്രക്ഷൻ ആണ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണ ഒരു ഗ്രാഫാണിത്. ഇനി ഗാമ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പാത്തായിട്ട് കൺസിഡർ ചെയ്യണം. ഒരു കർവ് വേണമല്ലോ നമുക്ക്, ഒരു പാത്ത്, അതാണ് ഗാമ. ഇനി യു ഓഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്തിരിക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്റഗ്രൽ ഗാമ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഇനി ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എൻ പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ നമ്മൾ പറഞ്ഞു അല്ലേ, അതല്ലേ നമ്മുടെ അസംഷൻ. അപ്പൊ ഇതിനകത്ത് എന്ത് പറയാം, യു ഓഫ് എക്സ് വൈ ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലേ. ഇനി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് സെഗ്മെന്റ്, നമ്മൾ എടുത്തിരിക്കുന്ന പോളിഗണൽ പാത്തിൽ ലാസ്റ്റ് സെഗ്മെന്റ് മാത്രം കൺസിഡർ ചെയ്യണം ഗാമയുടെ. ആ ലാസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ പാത്ത് അല്ലേ. ഹൊറിസോണ്ടൽ പാത്ത് ആയതുകൊണ്ട്, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ആക്സിന് പാരലൽ. അപ്പൊ ശരിക്കും y is equal to ഒരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ y ഒരു കോൺസ്റ്റന്റ് ആവുമ്പം എക്സ് മാത്രമാണ് വേരി ചെയ്യുക, വേറെ ഒരു സെഗ്മെന്റിനെയും അഫക്ട് ചെയ്യില്ല, ഓൾട്ടർ ചെയ്യിക്കാണ്ട് എക്സിന് മാത്രമാണ് ഇവിടെ വേരിയേഷൻ ഉണ്ടാക്കുന്നത്. കാര്യം y കോൺസ്റ്റന്റ് ആവുന്നല്ലോ. ഇവിടെ നമുക്ക് 2 വേരിയബിൾസ് അല്ലേ ഉള്ളൂ, എക്സും വൈയും. അതിൽ y കോൺസ്റ്റന്റ് ആയി, പിന്നെ വേരി ചെയ്യണം എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ലാസ്റ്റ് ലൈൻ സെഗ്മെന്റിൽ എക്സ് എന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ പാരാമീറ്റർ. അപ്പൊ ഡി വൈ എന്തായി പോവും, 0 ആയി പോവും. അപ്പൊ യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇന്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് ആവത്തില്ലേ. അതിനകത്ത് നമുക്ക് എന്ത് പറയാം, ഡോ ബൈ ഡോ എക്സ് ഈക്വൽ ടു പി അല്ലേ. ഇനി ഇതേപോലെ നമ്മൾ വേറൊരു ലാസ്റ്റ് വെർട്ടിക്കൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ കൺസിഡർ ചെയ്യുന്നു, വെർട്ടിക്കൽ പാത്തിൽ. ആ പാത്തിലെ വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ പാരലൽ ടു വൈ ആക്സ് അല്ലേ. വൈ ആക്സിന് പാരലൽ ആവുന്ന ലൈൻസിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരാ, എക്സ് ഈക്വൽ ടു എ അല്ലേ. അപ്പൊ ഡി എക്സ് ഓട്ടോമാറ്റിക്കലി 0 ആവുമല്ലോ. അപ്പൊ ഈ പാത്ത് എന്ന് പറഞ്ഞാൽ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ, വൈയെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ എക്സിന് ഡിപ്പെൻഡൻസ് ഇല്ല, ഡി എക്സ് 0 ആയി പോയില്ലേ, കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ അവിടുത്തെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായി, യു ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഡി വൈ പ്ലസ് കോൺസ്റ്റന്റ്. അവിടെ നമുക്ക് എന്ത് പറയാം, ഡോ ബൈ ഡോ വൈ ഈക്വൽ ടു ക്യൂ. അതല്ലേ നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. നമ്മുടെ അസംഷൻ ഇന്റഗ്രൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി എൻഡ് പോയിന്റ്സ് ഓഫ് ഗാമ എന്നായിരുന്നു നമ്മുടെ അസംഷൻ. അങ്ങനെ ആണെങ്കിൽ ഡോ ബൈ ഡോ എക്സ് നമുക്ക് പി എന്നും കിട്ടി, ഡോ ബൈ ഡോ വൈ എന്ന് പറയുന്നത് ക്യൂ എന്നും കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൂഫ് എന്ന് പറയുന്നത്, തൊട്ട് മുന്നേ ചെയ്ത റിസൾട്ട് എന്ന് പറയുന്നത്, ഒരു ക്ലോസ്ഡ് കർവ് വരുവാണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെ, ഇതെന്ന് പറഞ്ഞാൽ ഫോർ എനി കർവ്, ക്ലോസ്ഡ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏത് കർവ് വന്നാലും നമുക്ക് ഇന്റഗ്രൽ വാല്യൂ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, എൻ പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അങ്ങനെ ആണെങ്കിൽ ഏത് സ്ട്രക്ചറിലായിരിക്കണം എന്നുള്ളതിന്റെ പ്രൂഫാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പൊ 2 പാർട്ടായിട്ട് പ്രൂവ് ചെയ്യാം. ഇനി നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു വേരിയബിളിന് നമ്മൾ ഒന്നിൽ കൂടുതൽ വേരിയബിളിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. ഇതിനകത്ത് ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്, ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. അതിന് നമ്മൾ ടോട്ടലി എങ്ങനെ എഴുതുക, ഡി യു എന്നല്ലേ എഴുതുക, ഡിഫറൻഷ്യൽ. നമ്മൾ കാൽക്കുലസിൽ പഠിച്ചിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സിൽ. ഇനി ഈ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണെങ്കിൽ അതിനെ നമ്മളൊരു ഡിഫറൻഷ്യൽ എന്നുള്ള ഫോമിൽ തന്നെ ആക്കിക്കൂടെ. അത് തന്നെയല്ലേ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കണേ, പിക്ക് പകരം ഡോ യു ബൈ ഡോ എക്സ്, ക്യൂവിന് പകരം ഡോ യു ബൈ ഡോ വൈ. അങ്ങനെ ആണെങ്കിൽ ഡി യു ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് എ ഡിഫറൻഷ്യൽ. അതിനൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ നമ്മൾ പറയും. ഏതിനെ, പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. അതാണ് നോട്ട് 1. ഇനി അടുത്തൊരു റിമാർക്ക് എന്ന് പറഞ്ഞാൽ, തൊട്ട് മുന്നത്തെ തിയറത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്
integral pdx plus qdy depends only upon the endpoints of gamma. If and only if PO in pdx plus qdy is an exact differential. അതിന്റെ ഒരു ഡിഡക്ഷൻ ആണിത്. കാര്യം അവിടെ നമ്മൾ പറഞ്ഞത് അതിന്റെ ഡിഫറൻഷ്യലുമായിട്ട് കണക്ട് ചെയ്താൽ അത് എൻ പോയിന്റ്സിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. എപ്പോഴാണ് ഈ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ളത് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ആണെങ്കിൽ. ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താമല്ലോ. ഇനി നെക്സ്റ്റ് ഒരു റിസൾട്ട്. ആ റിസൾട്ട് പറയുന്ന ഇത്രേ ഉള്ളൂ. Integral f of z dz with continuous function f depends only on the endpoints of gamma if and only if f of z is a derivative of an analytic function. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പ്രൂഫിന്റെ എന്തുവാ കൊറോളറീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് പറയാം. ആ റിസൾട്ടുകൾ തന്നെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്തിനെ എൻ പോയിന്റ്സിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. എപ്പോഴാണ് എഫ് ഓഫ് ഇസഡ് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആയാൽ. അതും ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് എൻ പോയിന്റ്സിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ഡി ഇസഡിന് പകരം ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഡി വൈ. തൊട്ട് മുന്നത്തെ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഡി വൈ ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി എൻ പോയിന്റ്സ് ഓഫ് ഗാമ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡോ എഫ് ബൈ ഡോ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എഫ് ഓഫ് ഇസഡ് എക്സിന്റെ കോയിഫിഷ്യന്റ്. അതല്ലേ അവിടെ പറഞ്ഞത്. അവിടെ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു പി നമ്മൾ കൊടുത്തില്ലേ? ഡോ യു ബൈ ഡോ വൈക്ക് പകരം ക്യൂ കൊടുത്തില്ലേ? ഇവിടെ ആ സ്ഥാനത്ത് എഫ് ഓഫ് ഇസഡ് വന്നിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ്, ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ്. അവിടെ നമുക്ക് എന്ത് പറയാം? ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു നമുക്ക് 1/i ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ എന്ന് എഴുതിക്കൂടെ? കാര്യം രണ്ടിന്റെ റൈറ്റ് സൈഡ് ഈക്വൽ അല്ലേ ഇവിടെ. അതിന് വേണമെങ്കിൽ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ്, അതേപോലെ 1/i ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് എന്ന് എഴുതിയാൽ റൈറ്റ് സൈഡ് ഈക്വൽ ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആവണല്ലോ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 1/i ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ. റീസൺ എന്താ? 1/i എന്ന് പറഞ്ഞാൽ മൈനസ് ഐ അല്ലേ വരാ. അപ്പൊ ശരിക്കും നിങ്ങൾ തൊട്ട് മുന്നത്തെ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് ഒരു കോഷി-റീമാൻ ഇക്വേഷൻ എന്താണ്, എപ്പോഴാണ് കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന്. ഇതല്ലേ ഈ പറഞ്ഞേക്കണേ? ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ. അതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് ഇസഡ്, ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു ഐ ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. ഇത് രണ്ടും കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. അപ്പൊ എന്ത് പറയാം നമുക്ക്? ഫൈനലി എഫ് ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ സ്മോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ്. ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ് ഏത്? സ്മോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിന്റെ ഡെറിവേറ്റീവ് സ്മോൾ എഫ് ഓഫ് ഇസഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇന്റഗ്രൽ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ഇറ്റ്സ് എൻഡ് പോയിന്റ്സ്. ഓക്കെ, ഫൈനലി എനിക്ക് ഒരു റിസൾട്ട് കൂടെ പറയാവുള്ളൂ. നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ഗാമ. അങ്ങനെ ആണെങ്കിൽ ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 ഫോർ എനി ക്ലോസ്ഡ് കർവ് ഗാമ ഇൻ ജി if and only if f of z is the derivative of an analytic function. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ റിസൾട്ടുകളും അതിനു മുമ്പത്തെ തിയറവും കൂടെ കോട്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഒമേഗയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 ഫോർ എനി ക്ലോസ്ഡ് കർവ്. അങ്ങനെ ആണെങ്കിൽ എന്ത് പറയാം? എഫ് ഓഫ് ഇസഡ് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ പഠിക്കേണ്ട. മെയിൻ തിയറത്തിന്റെ പ്രൂഫ് നന്നായിട്ട് പഠിക്കുക. ഒരു ക്ലോസ്ഡ് കർവിന്റെ എൻ പോയിന്റ്സ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? ഒരു ഇന്റഗ്രൽ എൻ പോയിന്റ്സിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അതേപോലെ ക്ലോസ്ഡ് കർവ് അല്ലെങ്കിൽ ഫോർ എനി കർവ് ഈ ഇന്റഗ്രൽ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ഇറ്റ്സ് എൻ പോയിന്റ്സ്. ആ തിയറത്തിന്റെ പ്രൂഫ് നന്നായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ.